അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സനാതന ധർമ്മ പരാമർശത്തിൽ പൂർണ്ണമായും വെട്ടിലായിരിക്കുകയാണ് CPM എന്ന പാർട്ടി. NSSും എതിർപ്പ് ഈ വിഷയത്തിൽ ഉയർത്തിയതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇത് തിരിച്ചടിയാകുമെന്നുള്ള ആശങ്ക പാർട്ടിക്കുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് സമാനമായി ഭൂരിപക്ഷ സമുദായങ്ങളുടെ പിന്തുണ നഷ്ടമായേക്കുമെന്നാണ് വിലയിരുത്തലും. പ്രജിത്ത് മോഹനൻ വിവരങ്ങളുമായി ചേരുന്നു. പ്രജിത്ത്, സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ നാനാകോണിൽ നിന്നും വിമർശനം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പാർട്ടി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധമുയരുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി അനാവശ്യ വിവാദമാണ് ഉണ്ടാക്കിയത് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് പാർട്ടി പോകുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരമൊരു പരാമർശം മുഖ്യമന്ത്രി നടത്തേണ്ടിയിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ആചാരലംഘനത്തിലൊക്കെ ശ്രമം നടത്തി കൈപൊള്ളിയതിന്റെ പാഠം മുഖ്യമന്ത്രി ഇതുവരെയും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളാണ് CPMന്റെ വിവിധ നേതാക്കൾ ഉയർത്തുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പിണറായി വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന നേതാക്കൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് മുൻ അനുഭവങ്ങളാണ്. നേരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അമിത മുസ്ലിം പ്രീണന നയം സ്വീകരിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള എതിർപ്പ് ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ട് ബാങ്കിലെ ഒരു ചോർച്ച ഉണ്ടാകാനുള്ള കാരണമായി എന്നുള്ളൊരു വിലയിരുത്തൽ CPMനുണ്ട്. അപ്പോൾ ഈ ഒരു അനുഭവം മുന്നിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഹിന്ദുവിരുദ്ധമായ നിലപാടുകൾ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് SNDPക്ക് പിന്നാലെ NSSും മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെ ഈ നിലപാടുകളേക്ക് വിമർശിച്ച് രംഗത്തെത്തിയ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ട് വലിയ രീതിയിൽ കുറയുമെന്നുള്ളൊരു കണക്കുകൂട്ടലേക്ക് CPM പോയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇത്തരമൊരു വിമർശനം അല്ലെങ്കിൽ ഒരു വിമർശനത്തിന് മുഖ്യമന്ത്രിക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സ്റ്റേക്ക് ഇല്ലാത്തൊരു വിഷയത്തിലേക്ക് മുഖ്യമന്ത്രി കടന്നു കയറി ഇത്തരമൊരു പരാമർശം നടത്തേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് CPMലെ പല നേതാക്കളുടെയും അഭിപ്രായം. എന്തായാലും ഈ പറയുന്ന മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ സമാനമായ ഒരു സാഹചര്യം തന്നെ മുഖ്യമന്ത്രി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലിലേക്ക് പാർട്ടി പോകുന്നു. അതോടൊപ്പം തന്നെയാണ് ശബരിമല യുവതീ പ്രവേശന വിവാദങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് NSS ഇത്രയും രൂക്ഷമായി മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒക്കെ വിമർശിക്കുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് CPMലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചോദിക്കുന്നത്. ഈ ഒരു വിമർശനമാണ് പ്രധാനമായും ഇപ്പോഴും ഉയർന്നത് കൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചകൾ, ഭരണപരാജയം, വിവിധ വിഷയങ്ങളിൽ CPMന്റെ സമ്മേളന കാലയളങ്ങളിൽ വലിയ വിമർശനങ്ങൾ. പിന്നാലെയാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ മുഖ്യമന്ത്രി ഇപ്രകാരം ഒരു വിവാദ പ്രസംഗം നടത്തി വെട്ടിലായിരിക്കുന്നത്.